ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു ക്യൂട്ടായിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കിയാലോ? അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഗിവയുടെ കാര്യം ആരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗിവയ്ക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടാം. കമൻറ്റിനായിരിക്കും ഞാൻ സ്ക്രോൾ ചെയ്തിട്ട് വിന്നറെ സെലക്ട് ചെയ്യണത്. അപ്പോൾ ഗിവയുടെ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതിൽ പിൻ ചെയ്ത് കൊടുക്കുക, കാണണോട്ടാ. പിന്നെ എല്ലാം പറഞ്ഞപ്പോൾ ഫ്ലവറിൻ്റെ ഇതൊക്കെ ഇവിടം വരെ എത്തി. അപ്പോൾ ഇത് കട്ട് ചെയ്യുക. ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ ഷേപ്പിൽ കട്ട് ചെയ്താൽ ഫ്ലവറിൻ്റെ അതേ രൂപത്തിൽ വരും എന്നാണ് വിചാരിക്കുക. നമുക്ക് വരും, എന്തായാലും വരും, ആ രൂപത്തിൽ കിട്ടും. അപ്പോൾ അതേ അങ്ങോട്ട് മടക്കുന്നു, ഇങ്ങോട്ട് മടക്കുന്നു, അങ്ങോട്ട് മടക്കുന്നു, ഇങ്ങോട്ട് മടക്കുന്നു. ലാസ്റ്റ് നൂലിട്ട് കെട്ടണം ഗൈസ്, നല്ലപോലെ ഒരു പരുവത്തിൽ ഇതിൽ കെട്ടണം. പിന്നെ അവിടെ നിന്ന് വലിക്കുന്നു, ഇവിടെ നിന്ന് വലിക്കുന്നു, അവിടെ നിന്ന് വലിക്കുന്നു, ഇവിടെ നിന്ന് വലിക്കുന്നു, ഫുള്ള് വലിയോട് വലി. അങ്ങനെ വലിക്കുക. തീരെ ക്ഷമയില്ലാത്ത ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഇത് രണ്ടാമത്തെ വീഡിയോ. ഫസ്റ്റത്തെ വീഡിയോ എടുക്കൽ ക്ഷമ ഒട്ടുമില്ലാത്തതുകൊണ്ട് ആ വലിച്ച് ഇതിൽ തന്നെ അത് കീറിപ്പോയി. അപ്പോൾ ഇത് ഇപ്പോൾ കാണിക്കുന്നത് രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇത് വലിച്ച് വരുമ്പോൾ തന്നെ ഫ്ലവറിൻ്റെ രൂപത്തിലാകുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ വരും. കാരണം ഫ്ലവറിൻ്റെ രൂപത്തിലായി ഗൈസ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇതിന് ഒട്ടിക്കാനായിട്ട് തണ്ട് വേണമല്ലോ. ഇതിൻ്റെ അടിയിൽ നിൽക്കാനായിട്ട് തണ്ട് വേണ്ടേ? പൂക്കൾക്ക് തണ്ട് വേണമല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് തണ്ട് ഉണ്ടാക്കാം. എല്ലാവരും ചെയ്യുന്ന പോലെ പേപ്പർ എടുക്കുക, കട്ട് ചെയ്യുക, വെട്ടി ഒട്ടിക്കുന്നു, അത്ര തന്നെ. ഇതെല്ലാവരും ആദ്യമേ തന്നെ കണ്ടുവരുന്ന സംഭവമാണല്ലോ. ഇങ്ങനെ തന്നെയല്ല എല്ലാവരും ചെയ്യുക. അതന്നെ ഞാനും ചെയ്തു. പേപ്പർ എടുക്കുക, കട്ട് ചെയ്യുക, വെട്ടി ഒട്ടിക്കുക. അപ്പോൾ ആദ്യം ഒട്ടിച്ചപ്പോൾ ഒട്ടാൻ ഭയങ്കര ഒരു വിഷമം. ശരി, നമുക്ക് ഗ്ലൂഗൺ വെച്ച് ഒട്ടിക്കുക. ഗ്ലൂഗൺ എടുക്കാനുള്ള മടിയോണ്ട് ഞാൻ പശ വെച്ച് ഒട്ടിച്ചത്. അപ്പോൾ അത് എന്നെ കൊണ്ട് അത് എടുത്തിയേ അടങ്ങും. ഓക്കെ, ശരി, ഒട്ടിച്ചു. അപ്പോൾ ഇപ്പം കാണാനൊരു പൂവിൻ്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട് അല്ലേ ഗൈസ്? സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കും. ഒരു ഫ്ലവർ പോലെയൊക്കെ ആയിട്ടില്ലേ? ഫ്ലവർ പോലെ നല്ല ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് ഗൈസ്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സൗണ്ട് അതിവിടെ അപ്പുറത്തും ഇപ്പുറത്തും കാടൊക്കെ ആയതുകൊണ്ട് ചീവീടിൻ്റെ ശബ്ദമാണ് ഗൈസ്. അത് ഞാൻ എങ്ങനെ നോക്കിയാലും ഇതിൽ വരുന്നുണ്ട്. അത് എവിടെ പോയാലും ഞാൻ എങ്ങനെ നീങ്ങുന്നെടുത്താലും വലിയ പേരുണ്ട്. അപ്പോൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഗൈസ്. അതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഇത്രയുള്ള ഗൈസ്.